നമസ്കാരം. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള മുന്നൊരുക്കത്തിലാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും. രണ്ട് ടീമിനും ഇത്തവണത്തെ പരമ്പര അഭിമാന പ്രശ്നം കൂടിയാണ്. ഇന്ത്യ ഇത്തവണ ഹാട്രിക് ടെസ്റ്റ് പരമ്പര നേട്ടം ലക്ഷ്യമിടുമ്പോൾ എന്ത് വില കൊടുത്തും പരമ്പര തിരിച്ചുപിടിക്കാനാകും ആതിഥേയരായ ഓസ്ട്രേലിയ ശ്രമിക്കുക. ഇന്ത്യക്കും ഓസീസിനും ശക്തമായ ടീം കരുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പോരാട്ടവും തീപാറുമെന്ന് ഉറപ്പാണ്. ഇന്ത്യക്കൊപ്പം ഇത്തവണ ചേതേശ്വർ പൂജാരയും അജിങ്ക്യ രഹാനെയും ഇല്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പകരം ആരൊക്കെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ടീം തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ചോദ്യമാണ്. ചില വലിയ പ്രശ്നങ്ങൾ സെലക്ടർമാരെയും കുഴയ്ക്കുന്നുണ്ട് എന്ന് തന്നെ ഉറപ്പാണ്. ടീം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മുന്നിലുള്ള ആശങ്കകൾ എന്തൊക്കെയാണ് പ്രധാനമായും പരിശോധിക്കാം. മധ്യനിരയിൽ ഇന്ത്യ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട 3 താരങ്ങളാണ് KL രാഹുലും ശ്രേയസ് അയ്യരും സർഫറാസ് ഖാനും. എന്നാൽ ഇവരിൽ ആരൊക്കെയാകും ഓസീസ് ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ ഇടം നേടുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ സീനിയർ താരമാണ്. ദിലീപ് ട്രോഫിയിൽ ഭേദപ്പെട്ട പ്രകടനമാണ് രാഹുൽ നടത്തിയത്. വിദേശ പര്യടനങ്ങൾ നടത്തിയ അനുഭവ സമ്പത്തുള്ള താരമാണ് രാഹുൽ എന്നത് അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുന്ന ഘടകമാണ്. ശ്രേയസ് അയ്യർ ക്ലാസിക് ശൈലിയുള്ള താരമാണ്. എന്നാൽ താരത്തിന്റെ സമീപകാല പ്രകടനങ്ങൾ നോക്കുമ്പോൾ വലിയ മികവ് കാണാൻ സാധിക്കില്ല. ഷോർട്ട് ബോൾ ദൗർബല്യമുള്ള ശ്രേയസിനെ വിദേശ പര്യടനങ്ങളിലേക്ക് പരിഗണിക്കുന്നത് മണ്ടൻ തീരുമാനമാണ്. നിലവിൽ ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് പോലും ശ്രേയസിനെ പരിഗണിച്ചിട്ടില്ല. സർഫറാസ് ഖാൻ പെട്ടെന്ന് ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു താരമാണ്. വ്യത്യസ്തമായ ഷോട്ട് കളിക്കാനും കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സർഫറാസിനും രാഹുലിനും അവസരം നൽകി ശ്രേയസ് അയ്യരെ തഴയാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. വിക്കറ്റ് കീപ്പർ റോളിൽ ഋഷഭ് പന്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ രണ്ടാം വിക്കറ്റ് കീപ്പറായി ആരാകും എന്നതാണ് ചോദ്യം. ഇന്ത്യ ധ്രുവ് ജുറേലിനെ വളർത്തുന്നുണ്ട് എങ്കിലും വിദേശ പര്യടനങ്ങളിൽ കളിപ്പിക്കാറായോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഇന്ത്യൻ ടീമിന് പുറത്തായിരുന്ന ഇഷാൻ കിഷൻ സമീപകാലത്തായി മികച്ച പ്രകടനങ്ങൾ നടത്തി തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ്. ബുച്ചി ബാബു ടൂർണമെന്റിലും ദിലീപ് ട്രോഫിയിലും സെഞ്ചുറി പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായി. ഇതുവരെ ടെസ്റ്റ് അരങ്ങേറ്റം നടത്താത്ത സഞ്ജു ദിലീപ് ട്രോഫിയിൽ സെഞ്ചുറി അടക്കം നേടി മിന്നിച്ചിരുന്നു. വിക്കറ്റിന് പിന്നിലും മികവ് കാട്ടാൻ സഞ്ജു സാംസന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ സഞ്ജുവിനെ ഇന്ത്യ പിന്തുണയ്ക്കാൻ സാധ്യത കുറവാണ്. KL രാഹുലിനെ രണ്ടാം വിക്കറ്റ് കീപ്പറായി പരിഗണിച്ച് ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ബാറ്ററെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പേസ് നിരയിൽ ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനുമൊപ്പം മുഹമ്മദ് ഷമി എത്തുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിൽ പരിക്കേറ്റ് വിശ്രമത്തിലാണ് ഷമി. എന്നാൽ ഓസീസ് പരമ്പരയ്ക്ക് മുൻപ് തന്നെ തിരിച്ചുവരവ് നടത്താൻ ഷമിക്ക് സാധിച്ചേക്കും. അങ്ങനെ വന്നാലും നാലാം പേസറായി ആരാണ് എന്നതാണ് ചോദ്യം. ആകാശ് ദീപ്, യശ് ദയാല്, പ്രസിദ്ധ് കൃഷ്ണ, മുകേഷ് കുമാർ, അർഷ്ദീപ് സിംഗ് എന്നിവരിൽ നിന്ന് ആരെയാകും പരിഗണിക്കുക എന്നതും കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പേസ് ഓൾറൗണ്ടർമാർക്ക് വിദേശ പിച്ചുകളിൽ നിർണായക റോളാണുള്ളത്. ഓസ്ട്രേലിയക്ക് മികച്ച പേസ് ഓൾറൗണ്ടർമാർ ഉണ്ടെന്നിരിക്കെ ഇന്ത്യക്ക് ആശങ്കകളും ഏറെയാണ്. നിലവിൽ ടെസ്റ്റിൽ പരിഗണിക്കാവുന്ന മികച്ച പേസ് ഓൾറൗണ്ടർ ഇന്ത്യക്കില്ല. ഷാർദുൽ ഠാക്കൂർ ഏറെ നാളുകളായി ടീമിന് പുറത്തു തന്നെയാണ്. ഹർദിക് പാണ്ഡ്യയെ ഇന്ത്യ ടെസ്റ്റിലേക്ക് തിരിച്ചു വിളിക്കും എന്നാണ് വിവരം. താരം കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ് ബോളിൽ പരിശീലനം നടത്തിയത് ഇത് സൂചിപ്പിക്കുന്നതാണ്. ഹർദിക് കളിച്ചില്ലെങ്കിൽ പേസ് ഓൾറൗണ്ടർമാരുടെ അഭാവം ഇന്ത്യയെ വേട്ടയാടാൻ സാധ്യത കൂടുതലാണ്.